നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 739th day. Today 19th sloka of Pradhamaskanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 739 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. യഥാ ശരണമാത്മാനം ഐക്ഷതസ്ത്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മക. യഥാ ശരണമാത്മാനം ഐക്ഷതശ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മജ. ഓം തത്സത്. യഥാ എപ്പോൾ, ആത്മാനം ആത്മാവിനെ, അശരണം രക്ഷയില്ലാത്തവനായിട്ട്, ഐക്ഷത കണ്ടുവോ, ശാന്തവാചിനം എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച കുതിരകളോട് കൂടിയ, തഥാ ശാന്തവാചിനം ക്ഷീണിച്ച കുതിരകളോടുകൂടിയ, തഥാ അപ്പോൾ, ദ്വിജാത്മജ ദ്രോണപുത്രൻ, ദ്വിജൻ ബ്രാഹ്മണപുത്രൻ അല്ലെങ്കിൽ ദ്രോണൻ്റെ പുത്രനാണ് ഇവിടെ അശ്വത്ഥാമാവ്. ബ്രഹ്മശിര അസ്ത്രം ബ്രഹ്മാസ്ത്രത്തെ ആത്മത്രാണം ആത്മരക്ഷയ്ക്കുള്ള സാധനമായിട്ട് മേനെ വിചാരിച്ചു. അതായത് ബ്രഹ്മപുത്രനായിട്ടുള്ള ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം തൻ്റെ കുതിരകൾ ക്ഷീണിച്ചത് കണ്ടപ്പോൾ ദീർഘദർശന സാമർഥ്യം ഇല്ലാത്തവനായിട്ടുള്ള ഈ ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രമാണ് ഇപ്പോൾ തൻ്റെ ആത്മരക്ഷയ്ക്കുള്ള സാധനം എന്ന് നിശ്ചയിച്ചു. അർജുനൻ തന്നെ വധിക്കാൻ പിന്നെ വരുന്നത് കണ്ടപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടിയും കോപത്തോടു കൂടിയും അർജുനൻ അശ്വത്ഥാമാവിനെ വധിക്കുവാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അശ്വത്ഥാമാവ് ഓടി കുതിരയിൽ കയറി ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുതിരകൾ വളരെ ക്ഷീണിച്ചു. അപ്പോൾ അദ്ദേഹം തൻ്റെ ആത്മാവിനെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധനമായിട്ട് ബ്രഹ്മാസ്ത്രം മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ആ ബ്രഹ്മാസ്ത്രം എടുത്ത് അദ്ദേഹം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ദീർഘദർശന സാമർഥ്യം ഇല്ലാത്തവനാണ് എന്നുകൂടി ഇവിടെ കാണിക്കുകയാണ്. എന്തെന്നാൽ ദാശരണമാത്മാനം ഐക്ഷതശ്രാന്തവാജിനം അത്തം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മജ. ബ്രഹ്മാസ്ത്രം എല്ലാവർക്കും സാധാരണയായിട്ട് പ്രയോഗിക്കാത്ത കാര്യമാണ്. അങ്ങനെ തോന്നുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല. എങ്കിലും തൻ്റെ ആത്മാവിന് രക്ഷയ്ക്കായിട്ട് പെട്ടെന്ന് ഒന്നും തോന്നാത്തവൻ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രമാണ്, ഇനി വേറെയൊന്നുമില്ല എന്ന് കരുതി ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ക്ഷീണിച്ച കുതിരകളോട് കൂടിയിട്ടുള്ള രക്ഷയില്ലാത്തവനായിട്ടുള്ള ആ ദ്രോണപുത്രൻ ബ്രഹ്മാസ്ത്രത്തെ ആത്മത്രാണം ആത്മരക്ഷയ്ക്കായിട്ടുള്ള കാര്യമായിട്ട് വിചാരിച്ചു.
ദീർഘദർശനം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അപ്രകാരം ചെയ്തത് എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യഥാ ശരണമാത്മാനം ഐക്ഷതശാന്തവാചിനം അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മജ ആത്മത്രാണം ദ്വിജാത്മജ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.